അയ്യപ്പാ എന്തോ ഇന്ന് നമ്മൾ ഇഷൽ ഹബീബി റൗണ്ടുമായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ചോയ്സുള്ള പാട്ട് പാടാം. അപ്പൊ അതിനിപ്പോ മൊബൈൽ നമ്പർ ഒക്കെ എന്തിനാ? ഈ ഷർട്ടിലൊക്കെ ആകെ പ്രിന്റ് ആണ്, ഒരുപാട് നമ്പറുകൾ. ഇതൊക്കെ നോക്കിയിട്ട് ആരെങ്കിലും വിളിച്ചാലോ പ്രോഗ്രാമിനൊക്കെ? ഇത് നിന്റെ GPay നമ്പറാണോ നമ്മുടെ മറ്റേ പരിപാടി? ശരി, അപ്പോ ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാനിന്ന് അഫ്സലിഖാന്റെ അല്ലാ അല്ലാ യാദിൽ ജലാലി. നല്ല പാട്ടാണേ. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഒരുപാട് പ്രവാസികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. അങ്ങനെ ഒരു ശീലമുണ്ടല്ലോ, പാട്ടുകളൊക്കെ കേൾക്കുക, കാസറ്റുകളൊക്കെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വളരെ ഹിറ്റായ ഒരു പാട്ട് കൂടിയാണ്. പിന്നെ അഫ്സൽക്കെ ആകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇവ നന്നായിട്ട് പാടുക കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു. ആരങ്ങൾ കൂടയുണ്ടേ അല്ലാ അല്ലാ വാഹിരയാനൂരേ ഈമാന്റെ വഴി കാട്ടണേ ദിനമഞ്ചും തിരുമുൻപിൽ സുജൂദേകും ഹൃദയത്തിൽ വരം നൽകി തണലേകു രാഹിമായോനേ വരം നൽകി തണലേകു രാഹിമായോനേ അല്ലാ അല്ലാ യാദൽ ജലാലി ആരങ്ങൾ കൂടയുണ്ടേ പൊങ്ങും രാത്രിയിൽ നിൻ മധുഹിലുണരും സുബഹികൾ അടിമകൾ കുടയോനവൻ അഖിലം പടച്ചവനാണവൻ ദിക്റ് പൊങ്ങും രാത്രിയിൽ നിൻ മധുഹിലുണരും സുബഹികൾ അടിമകൾ കുടയോനവൻ അഖിലം പടച്ചവനാണവൻ അല്ലാ അഹദേ യാ തവ്വാബുല്ലാഹ് അല്ലാഹ് സമദേ യാ ഹകീമുല്ലാഹ് അല്ലാഹ് അല്ലാഹ് യാ ദൽ ജലാലി ആരങ്ങൾ കൂടയോ അല്ലാ അല്ലാ വാഹിദയാനൂരേ ഈമാന്റെ വഴി കാട്ടണേ ഇരുളിൽ നിന്നു വെളിച്ചമായി തിരുവചനമേകാൻ ദൂതരായി പതിതരാം ജനകോടിയിൽ തിരുവേദമേകിയ രക്ഷകൻ ഇരുളിൽ നിന്നു വെളിച്ചമായി തിരുവചനമേകാൻ ദൂതരായി പതിതരാം ജനകോടിയിൽ തിരുവേദമേകിയ രക്ഷകൻ അല്ലാ അഹദേ യാ ഖയ്യൂമുല്ലാഹ് അല്ലാഹ് സമദേ യാ സബൂർ
വരം നൽകി തണലേകൂ റാഹിമായോനേ. അല്ലാ അല്ലാ യാദൽ ജലാലേ ആരങ്ങൾ കുടയോ നീ. അല്ലാ അല്ലാ വാഹിയാനൂരേ ഈമാന്റെ വഴി കാട്ടണേ. അയ്യപ്പ, എന്തോ ഈ പാട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. കുറേ തവണ ഒന്ന് കേട്ടാൽ കുറേ തവണ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പാട്ടാണ്. അതിലെ കാരണങ്ങളിൽ ഒന്നത് അഫ്സൽക്കയുടെ ശബ്ദത്തിലുള്ള പാട്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതിപ്പോഴേ എല്ലാവരും ഇനി കേൾക്കാൻ പോകുന്നു അതേ ശൈലിയിൽ, ശീലത്തിൽ, അയ്യപ്പൻ്റെ ശബ്ദത്തിൽ. അങ്ങനെ ഒരു പാട്ടായിട്ട് ഇത് മാറട്ടെ എന്നാണ് എനിക്ക് വിഷ് ചെയ്യാനുള്ളത്. സോ ഞാൻ നേരെ കമന്റ്സ് ചോദിക്കട്ടെ. അൻവർക്കാ, അയ്യപ്പാ എന്തോ ഉഗ്രനായിട്ട് പാടി, താങ്ക് യു സർ. രസകരമായിട്ട് പാടി. ഇതില് അല്ലാ സ്വമദേ അങ്ങനെ സാധനം പാടില്ലേ, സ്വമദേ അങ്ങനെ എന്തോ പാടിയില്ലേ? ഞാൻ ബേസിലാ പാടിയത്. ആ, യാ സബൂറുല്ലാ. ഈ ഭാഗമൊക്കെ വളരെ മനോഹരമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം എനിക്ക് നിൻ്റെ ഒരു റേഞ്ചിലേക്ക് ഇപ്പം എനിക്ക് എത്താൻ തൽക്കാലം നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഒക്ടോബറിൽ ഞാൻ പാടില്ല. ആ രണ്ട് സ്ഥലവും സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു സർ. പിന്നെ നിൻ്റെ ആലങ്ങൾ കുടയോ നീയേ ലാൻഡിക്സ് അത്രയും വരണം. ആ, അവിടെ ഒരു അരബാർ ഇങ്ങനെ വെറുതെ ഓർക്കസ്ട്രേഷൻ കിടക്കുമ്പോൾ ഒരു ഫീല്, ആ, അത് സാധാരണ ഇല്ലാത്തതാണ് അയ്യപ്പന്. പക്ഷേ ഇത് ഇവിടെ ആ ഒന്ന് രണ്ട് സ്ഥലത്തേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ച് പോവുകയാണ്. ഫീൽ വളരെ മനോഹരമായിരുന്നു, നല്ല ഫീലോടുകൂടി പാട്ട് പാടി, രസകരമായിരുന്നു. എന്താ പറയുക, ഒരു സുഖമുള്ള പാട്ട് സുഖകരമായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ശബ്നം, അയ്യപ്പ എന്തോ അസലായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി. ആ ഫീൽ എന്ന് പറയുന്നത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് നമുക്ക് കേൾക്കുമ്പോൾ കിട്ടുന്ന ഫീല്. അപ്പോൾ എന്തായാലും അടിപൊളി കേട്ടോ. താങ്ക് യു സോ മച്ച്.